ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലക്ഷ്യം വെച്ചത് ഭീകരരെ മാത്രമാണെന്ന് പ്രതിരോധ സേന വ്യക്തമാക്കുന്നു. 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു, 100-ലധികം ഭീകരരെ വധിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിലും കാണ്ഡഹാർ വിമാനറാഞ്ചലിലും ഭാഗമായ കൊടും ഭീകരരെ വധിച്ചുവെന്നും സേന വ്യക്തമാക്കി. ഇന്ത്യ നേരിട്ട ആക്രമണങ്ങളെക്കുറിച്ചും നൽകിയ തിരിച്ചടികളെക്കുറിച്ചുമുള്ള വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം തുടങ്ങിയത്. സൈന്യത്തെയും നിരപരാധികളായ വിനോദസഞ്ചാരികളെയും ആക്രമിച്ചപ്പോഴാണ് തിരിച്ചടിക്കണമെന്ന തീരുമാനത്തിലേക്ക് സേന എത്തിയത്. അങ്ങനെയാണ് 9 ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടത്. There were 9 camps that you are now all familiar with, which were confirmed by our various intelligence agencies to be inhabited. Some of these were in POJK, while there were others that were located in the Punjab province in Pakistan. Nefarious places such as Muridke, the hub center of the Lashkar-e-Taiba, has over the years bred infamous characters such as Ajmal Kasab and the likes of David Headley. ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ദൃശ്യങ്ങളും സേന പുറത്തുവിട്ടു. The Chunia air defense radar, which was taken out on 7th and 8th, this is the radar site. A blown up photograph once again on a tower, not very clear, but what you see very clearly is the after effect after we have struck. The radar. പരിഭ്രാന്തരായ പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തിയിലെ ജനവാസ മേഖലകൾ ആക്രമിച്ചു. ശ്രീനഗർ മുതൽ ഗുജറാത്തിലെ കിലിയ വരെയുള്ള സൈനിക കേന്ദ്രങ്ങളും തന്ത്രപ്രധാന സ്ഥാപനങ്ങളിലും ആക്രമണം നടത്താൻ ശ്രമിച്ചു. പക്ഷേ എല്ലാം ചെറുക്കാനായി. ഭീകരരെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും പാകിസ്ഥാൻ പ്രകോപിച്ചതിനാലാണ് തിരിച്ചടിക്കേണ്ടി വന്നതെന്നും പ്രതിരോധ സേന വ്യക്തമാക്കി. ഇനിയും പ്രകോപനം തുടർന്നാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകിയാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. 24 ഡൽഹി.